എടോ, താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ തേങ്ങയുടെ ചകിരിയും കുരുമുളകിനെ ഞെട്ടും കെട്ടിക്കിടന്നാലേ പല സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകും. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മാഡം. പിന്നെ ഇതിനേക്കാൾ വലിയ മാലിന്യങ്ങൾ നമ്മുടെ റോഡ് സൈഡിലും കാനകളിലും കെട്ടിക്കിടന്ന് ഓരോ വർഷവും പുതിയ പുതിയ പേരിലുള്ള പനികളും പകർച്ചവ്യാധികളും വരുന്നതിന് ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. തന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിലൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് വാ. മാഡം കൈക്കൂലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നടക്കില്ല. ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചൊരു ജവാന്റെ മകനാണ് ഞാൻ. നിയമം തെറ്റിച്ചും കൈക്കൂലി കൊടുത്തും ഒരു കാര്യം എനിക്ക് നേടണ്ട. നിങ്ങളുടെ നിയമം നിഷ്കർഷിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഫാക്ടറിയിൽ ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അനുമതി തന്നാ മതിയെന്നേ. ഓഹോ, എങ്കിൽ താമ്പോ നിയമത്തിന് വഴിക്ക് നടക്കും. സമയമാകുമ്പോ ഞങ്ങൾ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരാം. അല്ല, ഞാൻ ഒരു ആവേശത്തിന്റെ പുറത്ത്. ആവേശം കൊള്ളാൻ ഇവനാര്? സുരേഷ് ഗോപിയോ? എന്തായി? മാമൂല് തന്നെ പ്രശ്നം ഇല്ലേ? അവർക്ക് വന്ന് ഫാക്ടറി കാണണമെന്ന്. എന്നാ പിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ പാടില്ലായിരുന്നു. അതൊക്കെ അവർക്ക് തോന്നുമ്പോഴേ വരൂ. അല്ല, നീ പോയ കാര്യം എന്തായി? ആ, അത് പറയാൻ മറന്നു. നല്ല ഡീസന്റ് ഓഫീസർ. നേരെ വാ, നേരെ പോ. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. 25,000 രൂപ കൊടുത്താ സർട്ടിഫിക്കറ്റ് തരാം. കർത്താവേ, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണല്ലോ. ആ ബാങ്ക് മാനേജർ വിളിച്ചായിരുന്നു. എന്തു പറഞ്ഞു? 2 മാസത്തെ ലോണിന്റെ കുടിശ്ശിക എത്രയും വേഗം അടയ്ക്കാൻ. എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ചേട്ടാ, എടാ, ഇത് തങ്കപ്പൻ ചേട്ടൻ. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാ. നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചേട്ടൻ തരാമെന്ന്. ചേട്ടൻ ഒരു 20,000 രൂപ കൊടുത്താൽ വിശ്വസിക്കും. കൈക്കൂലിയായിട്ടൊന്നും കരുതണ്ട സാറേ. നിങ്ങൾ ഇതിനു വേണ്ടി എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം? ഇതാവുമ്പോൾ ഒരു 20,000 രൂപ വന്നാൽ സാധനം നാളെ കയ്യിലേക്ക് വരും. അതൊന്നും വേണ്ട. തങ്കപ്പച്ചേട്ടൻ പോ. കാശ് കൊടുക്കാതെ കിട്ടുമെന്നോ? ഞങ്ങളൊന്ന് നോക്കട്ടെ. സാറേ, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. തങ്കപ്പൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ചേട്ടാ. ഇതാണ് സാർ നമ്മൾ ശേഖരിക്കുന്ന കൊപ്രയും കുരുമുളകും ഉണക്കാൻ ഉപയോഗിക്കുന്ന ഡ്രയർ. ഏത് മഴക്കാലത്തും ഉൽപ്പന്നങ്ങൾ ഉണക്കി സംസ്കരിച്ച് വെക്കാൻ സാധിക്കും. ഉണക്കുന്നതൊക്കെ കൊള്ളാം. അപ്പോഴുണ്ടാകുന്ന രൂക്ഷഗന്ധം തടയാൻ എന്തെങ്കിലും സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഈ കൊപ്രന്റെയും പെപ്പറിന്റെയും മണമല്ലേ സാർ ജലദോഷമടക്കം പല അസുഖത്തിനും നല്ലതാ. അതൊക്കെ ജലദോഷം ഉള്ളവർക്ക്. ജനങ്ങൾക്ക് അലർജിയും തുമ്മലും ഒക്കെ വരാൻ ഇത് മതി. എന്താ മാഡം, ശരിയല്ലേ? പാർലമെന്റിൽ പെപ്പർ സ്പ്രേ അടിക്കുന്ന കാലം. പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ അണയ്ക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാർ. ദേ, ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ടുണ്ട്. എടോ, ഇതുപോലൊരു വലിയ ഫാക്ടറിക്ക് ഇമാതിരി 2 പുട്ടുകുറ്റി വെച്ചിട്ട് എന്താ കാര്യം? വേണമെങ്കിൽ വേറെ വാങ്ങിച്ചു വെക്കാം. എന്നാ പിന്നെ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് എഴുന്നള്ളിച്ചാ പോരായിരുന്നു. ഏത് വേനൽക്കാലത്താണെങ്കിലും പറ്റാത്ത 2 കിണറുണ്ട്. എന്തിനാ തീ പിടിക്കാൻ എടുത്ത് ചാടാനോ? ഇയാൾ ഏതാ? ഇത് ബെക്കർ, എന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് ആണെങ്കിൽ ബാക്കിലോട്ട് മാറിക്കാൻ പറ. എടോ, പുകക്കൂടലിന് 100 അടി നീളം വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ? പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് 50 അടി മതിയെന്ന് നിയമാവലിയിലും പറഞ്ഞായിരുന്നു. നിയമാവലി നോക്കിയിട്ടാണോ കാര്യങ്ങൾ നടത്തുന്നത്? അല്ല, ഇത്രയും ജനനിബിഡമായ സ്ഥലത്ത് പുകക്കൂടലിന് 100 അടി ഐറ്റങ്ങളും വേണം. താനൊരു കാര്യം ചെയ്യും. ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാക്കി, എന്നിട്ട് ഓഫീസിൽ വന്ന് ഞങ്ങളെ കാണണ്ട പോലെ ഒന്ന് കാണാൻ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഓക്കേ സാർ, അങ്ങനെ പറയരുത്. നാളെയും കൂടി തുറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കിത് പൂട്ടിക്കിട്ടിയത്. ഞങ്ങൾക്കും അതേ വണ്ടി അടിക്കണോ? സാർ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പൊന്നമ്മയ്ക്ക് കൊടുത്ത പോലെ വിജിലൻസ് പണി കൊടുത്താലോ? ഒറ്റത്തവണത്തെ ആവശ്യമായിരുന്നെങ്കിൽ പണി കൊടുക്കായിരുന്നു. ഇതിപ്പോ ഒരു ഫാക്ടറി ആയി പോയില്ലേ. സോമാരെ വിചാരിച്ച എപ്പോ വേണേലും നമുക്കിട്ട് പണി തരാൻ പറ്റും. ജവാൻ അഗ്രി പ്രൊഡക്ട്സ്. ആക്രി പ്രൊഡക്ട്സ് ആവൂടെ? മാക്രി അല്ല, ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ? For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.